അങ്ങനെ മലയാളത്തിന് ഒരു നെപ്പോ കിട്ടും കൂടി എന്ന് കുറേ പേര് പറയും. അങ്ങനെ പറയാനാണെങ്കിൽ ഫഹദ് ഒരു നെപ്പോ കിട്ടാണ്. സോ മോഹൻലാൽ മനസ്സ് ഒരു പൊട്ടപ്പടം ഇറക്കിയാലും കേരളം ഫുള്ളാ പടമായിരിക്കും ഓടാൻ പോകുന്നത് ആശീർവാദിൻ്റെ അണ്ടറിൽ. നെപ്പോട്ടിസം കൊണ്ട് മലയാള സിനിമയ്ക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ഈ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ എനിക്ക് നെവിൻ പോളി പറഞ്ഞ കാര്യമാണ് ഓർമ്മ വരുന്നത്. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും കൂടിയല്ലേ ഇപ്പം മലയാള സിനിമ ഉണ്ടാക്കുന്നു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാട്ടികളെ. In an industry built on talent, how much does your family name truly matter? സോ മലയാളത്തിൽ വീണ്ടും നമ്മുടെ ഒരു നെപ്പോ കിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വലിയൊരു ആക്ടറുടെ മോൻ അല്ലെങ്കിൽ മോള് സിനിമയിലേക്ക് വരുന്നു. ഇത് ഒരു വലിയ ആളെന്ന് പോലും പറയാൻ പറ്റത്തില്ല, വലിയതിനും വലിയൊരാൾ എന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ആൾ അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആളുടെ മോള് മൂവിയിലേക്ക് വരുന്നു. ഓൾ ഓഫ് സഡൻ വീണ്ടും ആ ഒരു കോൺവെർസേഷൻ ഇനോ നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വരുന്നു. നെപ്പോട്ടിസം ഇല്ലെങ്കിൽ നമ്മുടെ നെപ്പോ കിഡ്സ് അല്ലെങ്കിൽ ആ ഒരു സംഭവം മെറിറ്റിൽ കയറി വരുന്നവന് എന്താണ് ഗുണമുള്ളത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് വീണ്ടും വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്ലിപ്പ് വെച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യാം. നെപ്പോട്ടിസം നമ്മുടെ നാടെന്താ ഇങ്ങനെ ആയിപ്പോയത്? എല്ലായിടത്തും റെക്കമെൻഡേഷൻ, ഡൊണേഷൻ, ഡോമിനേഷൻ, ഇൻഫ്ലുവൻസ്, കൈക്കൂലി. അവന്റെ അപ്പന്റെ പാവപ്പെട്ട മക്കൾ എന്ത് ചെയ്യാനാ? കഷ്ടപ്പെട്ട് ഫസ്റ്റ് റാങ്ക് മേടിച്ചവർ എന്ത് ചെയ്യാനാ? കൈക്കൂലി മേടിക്കാത്ത ഓഫീസർമാർ എന്ത് ചെയ്യാനാ? കൈമുറിയെ പണിയെടുക്കുന്നവർ എന്ത് ചെയ്യാനാ? ശാസ്ത്രജ്ഞ വെട്ടിയെടുത്താണോ? അപ്പോൾ നമ്മുടെ റോക്കി ഭായ് അന്നത് പറഞ്ഞു. പക്ഷേ അപ്പോൾ റോക്കി ഭായ് അന്നത് പറഞ്ഞു. ഇന്ന് കുറേ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പോൾ ഇതിൽ ബാക്ക്ലാഷ് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പുള്ളിക്കാരുടെ ഒരു ട്വീറ്റാണ്. മറ്റേ ആ ഒരു ജന്തർ മന്ദറിൽ നടന്നതിലൊക്കെ എനിക്കൊന്ന് പുള്ളിക്കാരി എന്ത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞായിരുന്നു. അത് കുറേ പേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ബാക്ക്ലാഷ് വരുന്നുണ്ട്. പുള്ളിക്കാരിയുടെ പടങ്ങൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ വിജയിപ്പിക്കില്ല, ഞങ്ങളാണ് പടം ജയിപ്പിക്കുന്നത്, ഞങ്ങളാണ് പടം തോൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വരുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെല്ലാവരും ചെറുപ്പം മുതൽ കണ്ടുവരുന്ന മോഹൻലാൽ എന്നിട്ടുള്ള ആ ഒരു വലിയ ആളാണ്. അപ്പോൾ പുള്ളി ഇവൻ ഇൻ്റർവ്യൂസ് സംഭവങ്ങളൊക്കെ ആണെങ്കിലും എനിക്കൊന്ന് എന്തെങ്കിലുമൊക്കെ നമ്മളെല്ലാവരും കണ്ടു കുറേ ഓൺലൈനിൽ വീഡിയോസ് വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഒരു കമൻറ്റ് പുള്ളിക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി തിരിച്ച് കൊടുക്കുന്ന രീതിയും സംഭവങ്ങളൊക്കെ ഭയങ്കര വൈറലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നെപ്പോട്ടിസം അസ് എ ടോപ്പിക് നിങ്ങൾക്ക് എന്താണ്? നമ്മൾ ബോളിവുഡിൽ കുറേ കണ്ടിട്ടുണ്ട് ഈ നെപ്പോട്ടിസം സംഭവങ്ങളും. നെപ്പോട്ടിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം ഓർഗാനിക്കാണ്, എത്രത്തോളം ചീത്തയാണ്? അതൊക്കെയാണ് ഈ ഒരു ടോപ്പിക് വരുന്നത്. എന്താ തോന്നുന്നത് നെപ്പോട്ടിസം? നെപ്പോട്ടിസം ഇതിപ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചാൽ ഇത് എന്തായാലും അങ്ങനെ ഉണ്ടായിരിക്കും. നെപ്പോട്ടിസം എന്തായാലും ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ ലെറ്റ്സ് നമ്മുടെ ഇപ്പം മോഹൻലാലിൻ്റെ കേസ് മാത്രമല്ല, ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ കേസിൽ എടുത്ത് നോക്ക്. ഇതിന് മുമ്പുണ്ടായിരുന്ന എന്താ മാധവ് സുരേഷ് അഭിനയിക്കാൻ വലിയ ഇതില്ലെങ്കിലും അറിയത്തില്ലെങ്കിലും സിനിമയിൽ ഹീറോ ആയിട്ടുണ്ട്, 2-3 സിനിമയിലുണ്ട്. ഇതിപ്പോൾ മോഹൻലാലിൻ്റെ മോള് കയറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് ഇതിന് ആരുടെ ഒട്ടുമിക്കവരുടെ ഇപ്പോൾ ഇവൻ ജയറാമിൻ്റെ മോനാണെങ്കിൽ സിനിമയിലുണ്ട്, കയറിയിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ബട്ട് ദെൻ അപ്പുറത്ത് പക്ഷേ അതിനുള്ളൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സൈഡിൽ അഭിനയിക്കാൻ അറിയാവുന്നവർക്ക് ആ ഒരു ചാൻസ് കിട്ടുന്നില്ല. അവർ ഇപ്പോൾ അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്, സ്വന്തമായിട്ട് ഇപ്പോൾ ഓൺലൈൻ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് വഴി കഴിവ് തെളിയിച്ച് കയറാം, അതൊരു ഓപ്ഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി ചാൻസ് ഉള്ളത്. നെപ്പോട്ടിസോ അതിപ്പോൾ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? ആരും സപ്പോർട്ട് ചെയ്യില്ലല്ലോ. ആരും സപ്പോർട്ട് ചെയ്യുമോ? എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നെപ്പോട്ടിസം ത്രൂ ആണെങ്കിൽ ഇപ്പം പൃഥ്വിരാജിന് നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റില്ല. കാരണം പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് ഭയങ്കരമായിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ ഇപ്പം നമ്മുടെ കേരള സിനിമയിൽ ദുൽഖർ സൽമാൻ. അതെ, അത് നെപ്പോട്ടിസം എന്ന് പറയുമ്പോൾ പുറമെ ടാലന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അംഗീകരിക്കും. സോ അപ്പോൾ അവിടെയാണെങ്കിൽ നെപ്പോട്ടിസത്തിൽ ബാക്ക്ലാഷ് വന്ന ഒരു കാര്യം ഇപ്പം മാധവ് സുരേഷിൻ്റെ കാര്യം പറഞ്ഞത്. ഈവൻ ഒരിടയ്ക്ക് പ്രണവ് മോഹൻലാലിന് കുറെ ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു. ഫഹദ് ഫാസിലിനെ പറഞ്ഞ് ഊക്കി വിട്ടിട്ട് പുള്ളി റിട്ടയർ ചെയ്ത് പടത്തിയത് പിന്നെ കമ്പാക്ക് നടത്തിയ ആളാണ്. അപ്പോൾ നെപ്പോട്ടിസം എന്നുള്ളത് കാണേണ്ടത് അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്നുള്ളത് ഓബിയസ് ആണ്. പക്ഷെ എന്നാലും അവർ പിന്നെ അങ്ങോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത് കാണുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഒരാളുടെ മകൻ അല്ലെങ്കിൽ മകളാന്നുള്ളത് കൊണ്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ മലയാള സിനിമയിൽ നടക്കത്തില്ല. ബട്ട് ബോളിവുഡിലൊക്കെ അത് 100% ബോളിവുഡിൽ നടക്കും, അതേ ഉള്ളൂ. പക്ഷെ മലയാള സിനിമയിൽ ഇപ്പോൾ കഴിവില്ലാത്തവനെ ഒരിക്കലും അംഗീകരിക്കത്തില്ല. കഴിവുള്ളവനെ ഇപ്പോൾ ആരുടെ മോനാണെന്ന് പറഞ്ഞാൽ ഇവൻ മോഹൻലാലിൻ്റെ മോനുണ്ടല്ലോ പ്രണവ് മോഹൻലാൽ, അവനൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ശോകമായിരുന്നു. അവനെയൊക്കെ നല്ല രീതിയിൽ എല്ലാവരും ചീത്ത പറയുന്നുണ്ട്. പുള്ളിയുടെ ആക്ടിങ്ങിന് ഒരേ എക്സ്പ്രഷൻ, ഒരു പകച്ചു നിൽക്കുന്ന പോലത്തെ എക്സ്പ്രഷൻ എല്ലാത്തിനും. പിന്നെ ആകപ്പാടെ കയറി വൈറലായത് പുള്ളിയുടെ പാർക്കറ ആ ഒരു ഇത് അറിയാവുന്നതിൻ്റെയാണ്. ആ മറ്റേത് സിനിമ ആദ്യം എന്ന് പറഞ്ഞ സിനിമയിൽ കയറി, അത് മാത്രമാണ് പിന്നെയും കയറി ഹിറ്റായത്. ബാക്കി പിന്നെ വരുന്നത് ഹൃദയത്തിലല്ലേ, പിന്നെ അത് പിന്നെ ആക്ടിങ് ശോകമായിരുന്നു. ബട്ട് പിന്നെ അവിടെയാണ് വരുന്നത്.
കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ആ സിനിമയിൽ ഒരു പ്രായമുള്ള ക്യാരക്ടറോട് പോയി കഴിഞ്ഞപ്പോഴാണ് കുഴപ്പം വന്നത്. അതുവരെ അത് വേറെ സിനിമയാണ്. ഓ സോറി, ഞാൻ പറഞ്ഞ പടം മാറിപ്പോയി. നീ പറഞ്ഞത് ഹൃദയം, പക്ഷെ ഞാൻ പറഞ്ഞത് മറ്റേ നമ്മുടെ ശ്രീനിവാസന്റെ മോനുണ്ടല്ലോ, ആ പാട്ടിലാന്ന് തോന്നുന്നു മറ്റേ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ഒരു പ്രായമുള്ള ഒരു റോളിലോട്ട് പോകുന്നു. പക്ഷെ അപ്പൊ അപ്പത്തേക്കൊക്കെ ആൾക്കാരൊക്കെ കുറെ പറഞ്ഞു, കുറെ കളിയാക്കി. അപ്പൊ അതാ പറഞ്ഞു, എനിക്കൊന്ന് നെപ്പോട്ടിസത്തിന് പുറമെ കഴിവുണ്ടെങ്കിൽ ഓബിയസ്ലി ആൾക്കാർ, പക്ഷെ ഇവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പക്ഷെ അവിടെയാണ് നമ്മൾ ഈ ഹാഷിറിനൊക്കെ പോലെ ആൾക്കാരെ നോക്കണ്ടേ. അവർക്ക് നിവിൻ പോളി വലിയൊരു എക്സാമ്പിൾ ആട്ടോ, അത് നമ്മൾ വിട്ടുപോയി. നിവിൻ പോളി, ടൊവിനൊക്കെ വലിയ എക്സാമ്പിൾ ആണ്. അവരൊക്കെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർസ്, അവരൊക്കെ നെപ്പോ ബേബീസ് ഒന്നും അല്ലല്ലോ. ഇപ്പൊ നെപ്പോട്ടിസം ആണല്ലോ നമ്മുടെ മലയാള സിനിമയ്ക്ക് നല്ല ചെയ്തിട്ടുള്ളൂ. നമ്മുടെ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ശ്രീനിവാസൊക്കെ എടുത്ത് ഡയറക്ഷൻ വേണമെങ്കിൽ ഡയറക്ഷൻ, പ്രൊഡക്ഷൻ വേണമെങ്കിൽ പ്രൊഡക്ഷൻ, പാട്ട്, അഭിനയം വേണമെങ്കിൽ അഭിനയം, എന്ത് വേണോ അതെല്ലാം ചെയ്യും പുള്ളി. ആൾക്കാരുടെ ഒരു ആർഗ്യുമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു കിക്ക് സ്റ്റാർട്ട് കിട്ടി സാധാരണ ആൾക്ക് കിട്ടില്ല. സാധാരണ ആൾക്കാർ ഒരു കിക്ക് സ്റ്റാർട്ടിന്റെ അടുത്തെത്താൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. ഇവർക്കൊന്നും ചെയ്യാതെ ഒരു ലെവൽ വരെ എത്തിച്ചു, ലെവൽ 2 വരെ എത്തിക്കും. ബാക്കി നിങ്ങൾ കഴിവുണ്ടെങ്കിൽ കയറിക്കും എന്നുള്ള ലെവലിൽ ഇവർക്ക് കിട്ടും. ആൾക്കാർ ഒരു ലെവൽ 0.5 കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നാണ് ഒരു ആർഗ്യുമെന്റ്. അതാ ഒരു കാലത്തല്ലേ. ഇപ്പൊ സത്യം പറഞ്ഞാൽ കുറെ ഭയങ്കര ഈസി അല്ലേ. അവർക്ക് വേണമെങ്കിൽ കഴിവ് ഉണ്ടെങ്കിൽ അവർക്ക് എത്തിക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് വൈറലാക്കാൻ പറ്റും. എല്ലാവരുടെ കയ്യിൽ യൂട്യൂബ് ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ ആക്കാൻ പറ്റും. ഹാഷിറൊക്കെ എന്ന് സ്വന്തമായിട്ട് നടന്ന് ഇപ്പൊ ഒന്നും വേണ്ട, കരിക്ക് അമ്മ സിനിമ പോലും ചെയ്തിട്ടില്ല. കരിക്കിന്റെ ഒക്കെ ഒരു വീഡിയോ ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ വെയിറ്റിംഗ്. ഇപ്പൊ അവരെനിക്കൊന്നൊരു 3-4 മാസമായിട്ടുണ്ട് വീഡിയോ ഇടാൻ വേണ്ടി. അത് കൂളായിട്ടുണ്ടെങ്കിലും വീഡിയോ ആയിരുന്നു സിനിമയെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യും. പിന്നെ അവരൊരു സിനിമയും ചെയ്തോണ്ടിരിക്കുക, അവര് സിനിമ എടുത്തോണ്ടിരിക്കുക. അതുകൊണ്ടാണ് തോന്നുന്നു അവർ വീഡിയോ ഇടാത്തത്. പക്ഷെ എന്നാലും ഗ്രോ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ എന്നാലും എനിക്കൊന്നും ആൾക്കാർ മെയിനായിട്ട് നോക്കുന്നത് അവർക്ക് സിനിമ കാണാൻ പോയിരുന്നു കഴിയുമ്പോഴത്തേക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള അഭിനയം. മറ്റേ കുറേ പേരുടെ കേസിൽ അത് ഭയങ്കര ശോകമാണ്. അത് അവരെങ്ങനെ ആരുടെ മോനാന്ന് പറഞ്ഞാലോ മോളാന്ന് പറഞ്ഞാലോ എന്തൊക്കെ കാണിച്ചാലോ അത് കിട്ടിയെന്ന് വരില്ല. പക്ഷെ അവിടെയാണ് എനിക്കൊന്ന് ഈ നമ്മുടെ ഹോളിവുഡിലും ബോളിവുഡിലും ഉള്ള കേസൊക്കെ വരുന്നത്. അവിടെ എനിക്കൊന്ന് ചിലപ്പം ആക്ടിങ്ങിന് വലിയ പ്രാധാന്യം ഇല്ല അവിടെ. അവർക്ക് ഈ ലുക്സും കുറെ സ്റ്റൈല് കാണിക്കുന്നതും അതാണെന്നാണ് എനിക്ക് കുറെ കൂടെ മനസ്സിലായത്. അതുകൊണ്ട് അവിടെ ചിലപ്പോൾ ഹിറ്റായി പോകും. ഇപ്പം മറ്റേ ചിലപ്പോൾ പറയുന്ന സിനിമ എനിക്ക് മറ്റേ ടൈഗർ ജാക്കി ഷ്രോഫ്, പുള്ളിയുടെ സിനിമയൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത് ഇഷ്ടമല്ല. പക്ഷേ പുള്ളിക്ക് ഭയങ്കര എന്താ പറയുക, ഇതുകൊണ്ട് പുള്ളിയുടെ ഫിസിക്ക് കാരണം പുള്ളിക്ക് കുറെ റീച്ച് കിട്ടുന്നുണ്ട്. അർജുൻ കപൂർ അതുണ്ട്. പുള്ളിയുടെ മുഖത്ത് പുള്ളിയുടെ പ്രശ്നം എന്താ, പുള്ളിക്ക് ഫേസിൽ ഇമോഷൻസ് ഒന്നും വരില്ല, അഭിനയിക്കാറില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കുറെ അവർക്കും ബാക്ക്ലാഷ് ഉണ്ട് കേട്ടോ. അവർക്ക് ഒത്തിരി ബാക്ക്ലാഷ് ഉണ്ട്, അവരെ കളിയാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതിപ്പോ വെറുതെ കളിയാക്കുന്നല്ലോ വരും, എനിക്കറിയത്തുണ്ടല്ലേ. കാര്യം നെപ്പോട്ടിസിന്റെ ഒരു സംഭവം ഞാൻ ആലോചിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മോഹൻലാലിനെ പോലെ ഒരാൾ, മോഹൻലാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന്റെ ഫാദർ ഒരു നടനായിരുന്നില്ല, മമ്മൂട്ടിയുടെ ഫാദർ ഒരു സിനിമക്കാരനായിരുന്നില്ല എന്ന് എനിക്കറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ സ്വന്തം കഷ്ടപ്പാടോട് മൂവി കയറി വന്നാണ്. അവർ ഇത്രയും വർഷം കൊണ്ട്, മോഹൻലാൽ എന്ന് പറഞ്ഞ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മലയാള സിനിമയുടെ ഒരു ഗോലിയാത്താണ്, ഇല്ലെങ്കിൽ ഒരു ജയൻ്റാണ്. പുള്ളിക്ക് മനസ്സ് വെച്ചാൽ പുള്ളിക്ക് എന്ത് വേണമെങ്കിലും ആ സിനിമ ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, പൈസ ഉണ്ട്, ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇത്രയും നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു ബലമല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് മോളെന്ന് പറഞ്ഞാൽ എനിക്ക് പടത്തിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ കയറിക്കോ. ഇത്രയും നാളെ പുള്ളി കഷ്ടപ്പെട്ടുണ്ടാക്കിയ അതിൻ്റെ പുള്ളിക്കുള്ള പ്രിവിലേജ് അല്ല, അത് കൊടുക്കേണ്ടതല്ലേ. കാര്യം പുള്ളിനെ സ്വയം ഇവിടെ എത്തിച്ചത്. അപ്പോൾ പുള്ളിയുടെ ഒരു സംഭവമാണ്, പുള്ളിക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ക്രെഡിറ്റ് പോയിന്റ് ആണ് അത്. പുള്ളിക്ക് ഇങ്ങനെയാണ് ഉപയോഗിക്കാം. പക്ഷേ പിന്നെ ഇതുപോലെ പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വന്ന ഇപ്പോൾ ഈ ബോളിവുഡിലെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാറ്റം വെക്കണം എന്ന് പറഞ്ഞാലും വേറെ ആൾക്കാർക്ക് ഓപ്ഷൻ ചെയ്യാനുള്ള ഇല്ല. ഇപ്പോൾ ഇതുപോലത്തെ ആൾക്കാർ നെപ്പോ കിഡ്സ് വന്നു കഴിഞ്ഞിട്ട് ഏത് പടം ഇറങ്ങിയാലും നെപ്പോ കിഡ്സ് മാത്രമേ ഉള്ളൂ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മലയാളത്തിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് അവൻ്റെ മോനാണെന്ന് പറഞ്ഞാലും മൂവിയിലേക്ക് കടന്നു വരുമ്പോഴത്തേനും പിന്നെ നമ്മൾ ഓഡിയൻസാണ് ഡിസൈഡ് ചെയ്യുന്ന ഹിറ്റാക്കണോ വേണ്ടത്. നമുക്ക് ഇൻഡിപെൻഡൻറ്റ് തോട്ട്സ് പറയാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൂവീസിനെ നമ്മൾ വിജയിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്കുള്ളപ്പോൾ ഈ നെപ്പോ കിഡ്സ് പോലത്തെ ഇപ്പോൾ മോഹൻലാലിൻ്റെ മോളൊക്കെ വരുമ്പോഴത്തേനും നല്ലതാണെങ്കിൽ ഒബ്വിയസ്ലി എല്ലാവരും പറയും അടിപൊളി മോഹൻലാലിൻ്റെ മോളാണ് അതിൽ കാണാനുണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ പറയും കൊള്ളത്തില്ല സ്ട്രോക്കാണെന്ന് പറയും. എനിക്ക് അങ്ങനെ ഒരു കേസിലാണെങ്കിൽ ഇപ്പോൾ പുള്ളിക്കാരി ഇപ്പം നീറ്റിനെതിരെയൊക്കെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ആരും മൈൻഡ് പോലും ചെയ്യില്ല. പുള്ളിക്കാരി സിനിമ ഇറങ്ങുന്നു, സിനിമ ആസ്വദിക്കുന്നു, പോകുന്നു, അവിടെ കൊണ്ട് തീരുന്നു. എനിക്ക് തോന്നുക അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയോണ്ട് അവിടെ ആൾക്കാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷേ എനിക്കൊന്നു ആ ഇൻ്റർവ്യൂവിൽ മോഹൻലാൽ പറയുന്നുണ്ടായിരുന്നു ചോദ്യം ചെയ്യുന്ന ആൾക്കാരോട്, പാവമല്ല അതിനൊന്ന് വെറുതെ വിട്ടുകൂടായിരുന്നു. പക്ഷെ അത് എന്ത് കോണ്ടക്സ്റ്റിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ തോന്നി ആൾക്കാർ കുറേ ഇട്ട് ഇത് കാരണം
ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നില്ല മീഡിയ ട്രെയിൻഡ് ആണ്. ഇത്ര നാളും എന്താ പറയുക, വീട്ടുകാരുടെ ഷാഡോയിൽ നിന്നിട്ട് പുറത്തോട്ട് വന്നിട്ട് പെട്ടെന്ന് മീഡിയയിൽ ചെല്ലുമ്പോൾ ഇത്രയും വലിയൊരു അറ്റാക്കൊന്നും മോഹൻലാൽ ഫേസ് ചെയ്യുന്ന പോലെ ഒരിക്കലും എനിക്ക് കൊച്ചിന് ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പുള്ളി അല്ലാണ്ട് മോളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആ സമയത്ത് വേറെ ആരും ഇല്ല. അപ്പോൾ പുള്ളി പറഞ്ഞതും പുള്ളി ചെയ്തതും എനിക്ക് അതിലോടും എനിക്കും പ്രശ്നമൊന്നും തോന്നുന്നില്ല. അത് ഓക്കെയാണ്, പുള്ളി ചെയ്യേണ്ട കാര്യമായിരുന്നു പുള്ളി ചെയ്തത്. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ പടം ഇറങ്ങി കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി വിലയിരുത്താൻ പോകുന്നത്. എനിക്കൊന്നു ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻ്റണി പെരുവാറാണ്. എനിക്കൊന്ന് അവരുടെ പ്രൊഡക്ഷൻ ആശീർവാദം തോന്നുന്നു ഈ പടവും ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ് ആണ് ഒരു മോൾക്കൊരു ചാൻസ് കൊടുക്കാൻ വേണ്ടി മോളെ ഇങ്ങനെ എനിക്കൊന്ന് ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയും കൂടെ ചിലപ്പോൾ ചെയ്തൊരു ട്രൈ ആയിരിക്കും. ഇപ്പം എന്തായാലും ഹിറ്റാകും, കാരണം ഇതിൽ മോഹൻലാലിൻ്റെ ഫേസ് എന്തായാലും ഹിറ്റാവും. പക്ഷെ എന്നാലും മേ ബി ഒരു പടം മേ ബി ഹിറ്റ് ആയാലും ഉള്ള സംബന്ധിച്ച് പുള്ളിയുടെ ആക്ടിങ്ങോട് തന്നെ ഇവൻച്വലി എന്തായാലും ആൾക്കാർ പറയും. ആശീർവാദിന്റെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ആശീർവാദിന്റെ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ എല്ലാ തിയേറ്റേഴ്സും ആശീർവാദ് മാത്രമേ കൊടുത്തുള്ളൂ. അങ്ങനെ ഒരു ഗുണം പുള്ളിക്കാരുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ എടുത്ത് ഇപ്പോൾ ഇൻഡിപെൻഡന്റ് യൂട്യൂബർ ഒരു പടം എടുത്തിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ വേറെ പടം ഉണ്ടെങ്കിൽ ഒരു കാര്യമില്ല, ഒരു സമയം വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. മോഹൻലാലിന്റെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ മോഹൻലാൽ ഒരു പടം ഇറക്കുമെന്ന് വെച്ചാൽ ബാക്കി എല്ലാ പടങ്ങളും മാറ്റി വെക്കും. മോഹൻലാലിനോട് മരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു ഗുണം ഒരു കിച്ചൺ ഒന്നുമില്ലെങ്കിൽ അവരവരുടെ സ്വന്തം തിയേറ്ററിൽ എല്ലാ ഫീൽഡിലും ഇറക്കും. പിന്നെ പുള്ളിക്കാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഇഫ് ദ റെസ്പോൺസ് ഓഫ് സിറ്റിസൺസ് റേസിംഗ് ദെയർ വോയിസ് ഈസ് ഓവർവെൽമിംഗ് ഫോഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഡയലോഗ്, എവരി വൺ ഷുഡ് ക്വസ്റ്റ്യൻ വാട്ട് കൈൻഡ് ഓഫ് ഡെമോക്രസി സൊസൈറ്റി ഈസ് ബിക്കമിങ് എന്നായിരുന്നു പുള്ളിക്കാരുടെ. അത് കുറച്ച് പ്രോ ആയിട്ടാണല്ലോ എനിക്ക് തോന്നുന്നത്. പ്രൊട്ടസ്റ്റ് ആയിരുന്നല്ലോ, പ്രൊട്ടസ്റ്റ് ആയിരുന്നു പറഞ്ഞ പുള്ളിക്കാർ. പിന്നെ എന്തിനാ ബാക്ക്ലാഷ് വന്നത്? അപ്പോൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എഗെയിൻസ്റ്റ് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, മറ്റേ സൈഡ് പറഞ്ഞ ആൾക്കാരും. ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ ഞാനോർത്ത് മറ്റേ പേർളിമാണിയുടെ കേസ്. കാരണം പേർളിമാണി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, അതിന് ഭയങ്കര ബാക്ക്ലാഷ് ആയിരുന്നു. ഹേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹേറ്റ്. അത് കുറച്ചുകൂടെ ഗവൺമെന്റിനെ ഫേവർ ചെയ്തുകൊണ്ടായിരുന്നു. നമ്മുടെ പേർലിമാനിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേർലിമാനിക്ക് ഒരു കെമിലിയൻ പോലെയാണ്, ഒരു ചാൻസ് ഇല്ല. അതാണ് പുള്ളിക്കാരുടെ പ്രശ്നം. പുള്ളിക്കാരിക്ക് അങ്ങോട്ട് ഇല്ല ഇവിടെ ഇല്ല. പക്ഷെ ആ പോസ്റ്റ് ഇട്ടതും അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ഭയങ്കര ശോകമായിരുന്നു. അത് ഞാൻ ഓർത്ത് ചിലപ്പോൾ അതുപോലെ വല്ലായിരിക്കും മോഹൻലാലിന് മോളും ചെയ്തെന്ന് കേട്ടോ പറഞ്ഞതായിരിക്കും. പക്ഷേ ഇതിന് പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരുടെ പൊളിറ്റിക്കൽ ഇത് വെച്ചിട്ട് ഒരിക്കലും പുള്ളിക്കാരുടെ പടം പൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് സുരേഷ് ഗോപി. എനിക്കൊന്ന് കേരളത്തിൽ ആർക്കും കണ്ടെടുത്താൽ കണ്ടുകൂടാ. പക്ഷെ പുള്ളിയാണെങ്കിൽ ഇപ്പോൾ സിനിമയോട് തിരിച്ചു വന്നില്ല. മറ്റേ ഗരുഡൻ എന്ന് പറഞ്ഞ പടം ഇത് ഹിറ്റായിരുന്നു. നല്ല സിനിമയായിരുന്നു. നമ്മൾ സിനിമയും പൊളിറ്റിക്സും മിക്സ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നല്ല പടമാണെങ്കിൽ നമ്മൾ എന്തായാലും വിജയിപ്പിക്കും, അല്ലെങ്കിൽ വിജയിക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം കഴിവുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫഹദ് ഫാസിലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന ഡയറക്ടറുടെ മകനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല വന്നത്. പുള്ളി സ്വന്തം ഞാൻ എന്നുള്ള രീതിയിൽ അത് അഭിനയിച്ച് കാണിച്ചതാണ്. അതാണ് ഇഷ്ടപ്പെട്ടത്. മകനാണെന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല. ഇത്രയും പുള്ളി ഫേമസ് ആകുന്നവരെ എനിക്കറിയത്തില്ലായിരുന്നു പുള്ളി ഇന്നൊരു ഡയറക്ടറുടെ മകനായിരുന്നുള്ള കാര്യം. അതുകൊണ്ട് പിന്നെ എനിക്ക് ദുൽഖർ സൽമാൻ ആദ്യം പറഞ്ഞു ചെയ്തപ്പോൾ ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മോനാണെന്ന് ആർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അധികം കുറേ പേർക്ക് അറിയില്ലായിരുന്നു പുള്ളി മമ്മൂട്ടിയുടെ മോനാന്നുള്ള കാര്യം. പക്ഷെ പുള്ളിയുടെ ആദ്യത്തെ പടമൊക്കെ ഹിറ്റായിരുന്നു. പിന്നെ പുള്ളി ഹിറ്റ് പിന്നെ പുള്ളി ഇപ്പം പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി. ഇപ്പം നമ്മുടെ മലയാള സിനിമയ്ക്ക് വലിയൊരു അസറ്റാണ് പുള്ളിയും പൃഥ്വിരാജും ഒക്കെ. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്കില്ലുള്ള ഒത്തിരി പേരെ ആ ഇൻഡസ്ട്രിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ മക്കളായിട്ട് തന്നെ വന്നു. ഇന്ദ്രിത്തൊക്കെ എന്താ അടിപൊളി ആക്ടറാ. പൃഥ്വിരാജ്, ഇന്ദ്രിത്ത് പറയാനാണെങ്കിൽ വലിയ ലിസ്റ്റ് ഉണ്ട്. പക്ഷെ ശരി, അപ്പോൾ ഇതുപോലെ കാണാതെ വന്ന കുറേ ആൾക്കാരുണ്ട്, അവരുടെ കഷ്ടപ്പാടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവേണ്ടതല്ല. അവർക്കൊരു ബിഗ് സ്ക്രീൻ ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ചോദിച്ചു മേടിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബേസിലൊക്കെ പൊട്ടിസ് ഒന്നുമല്ലല്ലോ. ബേസിലൊക്കെ എനിക്കൊന്നുമില്ല. ഇവരെല്ലാം എന്തോ എഞ്ചിനീയറിംഗ് പഠിച്ച് നടന്ന ആൾക്കാരെന്തോ ആയിരുന്നു എനിക്കൊന്നും. പക്ഷേ അസിസ്റ്റന്റ് ഡയറക്ടർ എന്തോ ആയിരുന്നു ബേസിൽ. അങ്ങനെയാണ് പിന്നെ കുഞ്ഞിരാമായണം എന്തോ ഡയറക്ടർ ചെയ്യുന്നത്. പിന്നെ സൗബിന് ഇവരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സൗബിനൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ട് ക്യാമറയ്ക്ക് സൈഡിൽ കുടയൊക്കെ പിടിച്ചിരുന്ന ആളാണ്. അവിടുന്ന് കയറി വന്ന് പുള്ളി ഇപ്പോൾ ഏതിലെല്ലാം നിൽക്കുന്നത് മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ് പുള്ളി. ഇപ്പം മറന്നു പോകുന്ന ഒരാളുണ്ട്, ഷൈൻ ടോം ചാക്കോ. അതെ, പുള്ളി വലിയൊരു എക്സാമ്പിളാണ്. പുള്ളി ആള് പുറത്ത് വലിയ വേറൊരു ആളാണെങ്കിലും വേറൊരു മനുഷ്യനെ പുള്ളി. അതാണ് ഈ ഒരു ടോപ്പിക്ക്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ട ക്ലിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്ത ആ ഒരു സംഭവം പറഞ്ഞറിയിക്കുക. നമുക്ക് എന്തെങ്കിലും ടോപ്പിക് സജഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കുക. ആൻഡ് നമുക്ക് ഓവറോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്സ് അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളാണെങ്കിൽ അത് വെൽക്കം ചെയ്യുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.